പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഒരിക്കൽ കൂടെ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് പെരുന്നാളിൽ സംബന്ധിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഉയർപ്പ് പ്രതീക്ഷയുടെ ഒരനുഭവമാണ്. പ്രത്യേകിച്ച് ഈ വർഷം കൊറോണ വൈറസ് കൊണ്ട് ഒത്തിരി പേര് കഷ്ടപ്പെടുകയും അതിൻ്റെ വ്യാപനം കൊണ്ട് പല അസ്വാസ്ഥ്യങ്ങളും നിലനിൽക്കുകയും പ്രയാസങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഉയർപ്പിൻ്റെ ആഘോഷം നമുക്ക് ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു പുതിയ പ്രതീക്ഷ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. പൗരസ്ത്യ വേദശാസ്ത്രം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെയാണ്. നമ്മളുടെ ആരാധന വർഷമെല്ലാം ഉയർപ്പിനെ കേന്ദ്രീകരിച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ ഞായറാഴ്ചയും ഉയർപ്പിൻ്റെ ആഘോഷമാണ്. ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ നാം സംബന്ധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ പങ്കാളിയാകുകയും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ആരാധനയുടെ ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓരോ ഞായറാഴ്ച ആരാധനയും നമുക്ക് വിലപ്പെട്ടതാണ്. എവരി സൺഡേ ഈസ് എ സെലിബ്രേഷൻ ഓഫ് ദ റിസൺ ലോർഡ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആഘോഷമാണ് ഓരോ ഞായറാഴ്ചയും. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പൗലോസ് അപ്പോസ്തലൻ ഉയർപ്പിന് വലിയ പ്രാധാന്യം നൽകുകയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ വിശ്വാസം വ്യർത്ഥം, ഞങ്ങൾ പ്രസംഗിച്ചത് വ്യർത്ഥം. അതുകൊണ്ട് ക്രിസ്തീയ വേദശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഉയർപ്പ് തന്നെയാണ്. നമ്മുടെ പള്ളികളിൽ ക്രൂശിത രൂപം ഉപയോഗിക്കാറില്ല. നമ്മുടെ പള്ളികളിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ത്രോണോസിൽ ഉപയോഗിക്കുന്നത് ഊറാറ ചുറ്റിയ കുരിശാണ്. അത് റിസൺ ലോർഡിനെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ വേദശാസ്ത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് അത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം അറിയിക്കുന്നതിനായി പ്രധാനമായിട്ട് ഞാൻ ആശ്രയിക്കുന്നത് നമ്മുടെ ഉയർപ്പ് പെരുന്നാളിൽ പ്രദക്ഷിണ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഗീതമാണ്. ആ ഗീതം യേശുക്രിസ്തുവും മറിയയും തമ്മിലുള്ള സംഭാഷണമാണ് അതിൻ്റെ അടിസ്ഥാനം. ആ ഗീതം എഴുതിയിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ ആരാധനകളെല്ലാം വേദപുസ്തകത്തിൽ എടുത്തെഴുതിയിട്ടുള്ളതാണ്. സുറിയാനി സഭയുടെ എല്ലാ ഗീതങ്ങളും വായനകളും എല്ലാം വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്: ലിറ്റർജി ഇസ് സെലിബ്രേഷൻ ഓഫ് ദി ബൈബിൾ, ലിറ്റർജി ഇസ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ബൈബിൾ. നമുക്ക് ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ വചനത്തിലെ പങ്കാളിത്തം കൂടി ലഭിക്കുന്നു. കാരണം നമ്മൾ പാടുന്നതും വായിക്കുന്നതെല്ലാം വേദപുസ്തകത്തിലെ കാര്യങ്ങളാണ്, അതിലെ ആശയങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറിയം അതിരാവിലെ കല്ലറയ്ക്ക് വരുമ്പോൾ യേശുക്രിസ്തു മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. ആ പാട്ട് ഞാനിന്ന് പാടുന്നു. ഓ മറിയാമേ, ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായെ സ്ഥാപിച്ചോൻ ശ്രേഷ്ഠൻ. ഓ മറിയാമേ, ഞാൻ ജീവികൾ തൻ ജീവൻ തൻ പുനരുജ്ജീവനമോടെഴുന്നേൽപ്പും ഞാൻ കൊല്ലപ്പെട്ടോൻ, ഞാൻ കല്ലറയാർന്നോൻ, തോട്ടിയിടരുതേ ഞാൻ ദിഗമേറിയിട്ടില്ല, മഹിമയോടക്കബറി നെഴുന്നേറ്റേനെന്നേവം
ശിഷ്യന്മാരോടായി നീ സുവിശേഷിക്ക. മഗ്ദലക്കാരി മറിയം ക്രിസ്തുവിൻ്റെ ഒരു നല്ല ശിഷ്യയായിരുന്നു. അവൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറയിലെത്തി എന്നാണ് നാം വായിക്കുന്നത്. എത്രയോ പ്രയാസപ്പെട്ടാണ് അവൾ ആ സ്ത്രീ കല്ലറയിലേക്ക് എത്തിച്ചേരുന്നത്. മഗ്ദലക്കാരി മറിയത്തെക്കുറിച്ച് 4 സുവിശേഷങ്ങളിലായി 12 പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട്. ഈ മറിയത്തെ നാം ആദ്യം കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. അവിടെ യേശുക്രിസ്തു 7 ദുരാത്മാവുള്ള ഒരു സ്ത്രീയെ സൗഖ്യമാക്കിയെന്ന് പറയുന്നത് മറിയമാണ്. മഗ്ദലക്കാരി മറിയത്തെയാണ് ക്രിസ്തു സൗഖ്യമാക്കിയത്. ആ സൗഖ്യം കിട്ടിയതിന് ശേഷം മറിയം മുഴുവൻ സമയം ക്രിസ്തുവിൻ്റെ കൂടെയായിരുന്നു. തൻ്റെ സുവിശേഷ യാത്രയിൽ, തൻ്റെ ശുശ്രൂഷയിൽ മറിയം ക്രിസ്തുവിനോട് കൂടെയായിരുന്നു. മറിയം ഒത്തിരി സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ഒരു താങ്ങും തണലുമായിരുന്നു. ആഴമായ ഭക്തിയാണ് ക്രിസ്തുവിനെക്കുറിച്ച് മറിയത്തിനുള്ളത്. ഈ മറിയത്തെ നാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ക്രൂശിൻ്റെ അരിയിൽ കാണുന്നുണ്ട്. ഈ മറിയം വീണ്ടും ഇപ്പോൾ നാം പാടിക്കേട്ടതുപോലെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സമയത്ത് കല്ലറയിൽ കാണുന്നുണ്ട്. എപ്പോഴും മറിയം ക്രിസ്തുവിനോട് കൂടെയുണ്ട്. എന്തൊരു ആഴമായ ഭക്തിയാണ് മറിയത്തിനുള്ളത്. അതിരാവിലെ കല്ലറയ്ക്കൽ വന്ന മറിയം അവിടെ ക്രിസ്തുവിൻ്റെ ഡെഡ് ബോഡി കാണാത്തത് കൊണ്ട് കരഞ്ഞ് നിലവിളിച്ചു. ക്രിസ്തുവിൻ്റെ മൃതശരീരം ആരോ എടുത്തുകൊണ്ടുപോയി എന്ന് മറിയം തെറ്റിദ്ധരിക്കുകയും പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടി പത്രോസിനെയും യോഹന്നാനും വിവരം അറിയിക്കുന്നു. അവരത് കേട്ടപാടെ അവിടുന്ന് ഓടി, യോഹന്നാനാണ് ആദ്യം ഓടിയെത്തിയത്. അവർ രണ്ടുപേരും ഓടിയെത്തി. കല്ലറയിൽ വന്നപ്പോൾ മറിയം പറഞ്ഞത് ശരിയാണ്, അവിടെ ഡെഡ് ബോഡി ഇല്ല. അവിടെ കാണുന്നത് ക്രിസ്തുവിനെ അടക്കാൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ മാത്രമാണ്. അവർ അവിടെ തന്നെ തിരിച്ചുപോയി, പത്രോസ് യോഹന്നാനും. പക്ഷെ മറിയ ശ്രദ്ധിക്കുക, മറിയ അവിടെ തന്നെ നിന്നു എന്ന് മാത്രമല്ല, മറിയം ആ കല്ലറയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. എന്തൊരു സ്നേഹം! ആ മറിയത്തിൻ്റെ ദുഃഖം. മറ്റവർ പോയിട്ടും പത്രോസ് യോഹന്നാൻ അവിടെ നിന്ന് പോയെങ്കിലും മറിയം കല്ലറയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് മറിയം കല്ലറയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് അവിടെ 2 ദൂതന്മാരെ കാണാൻ ഇടയായി തീർന്നു. അവർ ചോദിക്കുന്നുണ്ട്, മറിയമേ നീ എന്തിനിങ്ങനെ കരയുന്നു? അപ്പോൾ മറിയം അവരോട് പറയുകയാണ്, ഞങ്ങളുടെ ഗുരുവിനെ ഇവിടെ കാണാനില്ല, ആരോ കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെ അറിയിക്കുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു മറിയത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. ആദ്യം ക്രിസ്തുവിനെ മറിയം തിരിച്ചറിഞ്ഞില്ല. മറിയം വിചാരിച്ചു ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനായിരിക്കും, തോട്ടക്കാരനായിരിക്കും എന്ന് മറിയം വിചാരിച്ചു. അപ്പോൾ ക്രിസ്തു മറിയത്തോട് ചോദിക്കുന്നു, നീ എന്തിന് കരയുന്നു? മാത്രമല്ല ക്രിസ്തു മറിയത്തെ മറിയമേ എന്ന് പേര് ചൊല്ലി വിളിക്കുകയാണ്. അപ്പോൾ മറിയം തിരിച്ചറിഞ്ഞു അത് ഗുരുവാണെന്നും, റബൂനി, എൻ്റെ ഗുരുവേ, എൻ്റെ ഉടയവനെ എന്ന് മറിയം ക്രിസ്തുവിനോട് പറയുന്നു. അപ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, നീ ഇവിടെ നിലവിളിച്ച് ഒച്ചപ്പാടുണ്ടാക്കണ്ട, നീ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാനിപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയമാണ്. നീ ചെയ്യേണ്ടത് എൻ്റെ ശിഷ്യന്മാരോട് പോയിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റ കാര്യം അവരോട് പറയുവാനുള്ള ഒരു ദൗത്യം മറിയത്തെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ മറിയം തോട്ടക്കാരനെന്ന് സംശയിച്ചപ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ തോട്ടക്കാരൻ തന്നെയാണ്, ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥനല്ല, ലോകമാകുന്ന തോട്ടത്തിൻ്റെ ഏദൻ തോട്ടം നട്ടവൻ, പർദീസായെ സ്ഥാപിച്ചവൻ, ഈ ലോകത്തെ സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ തോട്ടക്കാരനാണെന്ന് ക്രിസ്തു മറിയത്തോട് പറയുന്നുണ്ട്. മാത്രമല്ല പിന്നെയും കുറേ കാര്യം ക്രിസ്തു പറയുന്നുണ്ട്. ഞാൻ ജീവനാണ്, ഞാൻ പുനരുദ്ധാനമാണ്, ഞാൻ ജീവനും പുനരുദ്ധാനമാണെന്ന് പറയുന്നു. അതുപോലെ ഞാൻ കൊല്ലപ്പെട്ടവനാണ്, ഞാൻ കല്ലറയിലായി, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയാനായിട്ട് ഉള്ള ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഈ ഗീതത്തിൽ നിന്ന് 3 സന്ദേശങ്ങളാണ് വളരെ ലളിതമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിന് സ്ത്രീകളോടുള്ള ആ ഒരു കാഴ്ചപ്പാട് വളരെ ശ്രദ്ധേയമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് സാക്ഷിയാവാൻ സാധിച്ചത് ഒരു സ്ത്രീക്കാണ്. 12 ശിഷ്യന്മാരും പുരുഷന്മാരും ഉണ്ടായിരുന്നു, വേറെയും കുറേ ആളുകളുണ്ടായിരുന്നു. എങ്കിലും ആ ഭാഗ്യം ലഭിച്ചത് ഒരു സ്ത്രീക്കാണ്. ക്രിസ്തു മറിയത്തെ തൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം അറിയിക്കുന്നതിനായി തിരഞ്ഞെടുത്തത് വഴിയായി സ്ത്രീത്വത്തെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ
സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് കോടതിയിൽ സ്ത്രീകളുടെ സാക്ഷ്യം ആധികാരികമായിട്ട് അവർ കണ്ടിരുന്നില്ല. മാത്രമല്ല യഹൂദ റബ്ബിമാർ ഒരിക്കലും സ്ത്രീകളെ കൂടെ കൊണ്ടുപോവുകയോ യാത്രയിൽ കൊണ്ടുപോവുകയോ തൻ്റെ ശിഷ്യഗണങ്ങളിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മറിയം അതുപോലെ പല സ്ത്രീകളും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിലുണ്ടായിരുന്നു. തൻ്റെ ശുശ്രൂഷയിൽ കൂടെ നിർത്തി. ക്രിസ്തു എന്ന റബി ആ കാലഘട്ടത്തിലെ റബിമാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. സ്ത്രീത്വത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ 4 സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താമാർ, അതുപോലെ റാഹബ്, രൂത്ത്, പേര് പറയാത്ത മറ്റൊരു സ്ത്രീ. യഹൂദന്മാരുടെ ജീനിയോളജിയിൽ സാധാരണ സ്ത്രീകൾ ഉൾപ്പെടുത്താറില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അവർ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ കിണറ്റിൻകരയിൽ വെച്ച് ശമരിയക്കാര സ്ത്രീയുമായിട്ട് യേശുക്രിസ്തു സംസാരിക്കുന്നത് ശിഷ്യന്മാർ അത്ഭുതത്തോടെ നോക്കി നിന്നു. കാരണം റബ്ബിമാർ പബ്ലിക് പ്ലേസിൽ, മാർക്കറ്റിൽ, അത് റോഡിലൊന്നും വെച്ച് സ്ത്രീകളുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാറില്ലായിരുന്നു. ക്രിസ്തു എന്ന റബ്ബി ആ കാലഘട്ടത്തിൽ ഒത്തിരി വ്യത്യസ്തമായിരുന്നു. ഒരു വിപ്ലവാത്മകമായ ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ ക്രിസ്തുവിനുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഈ ദർശനം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് സാധിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒത്തിരി സ്വാതന്ത്ര്യം കാര്യങ്ങളും ഉണ്ട് എങ്കിലും ഒത്തിരി അക്രമങ്ങളും അനീതികളും കുറ്റകൃത്യങ്ങളും സ്ത്രീകൾക്കെതിരായിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഉള്ളത്. ഡൊമസ്റ്റിക് വയലൻസ്, വീടുകളിലെ അക്രമം, ജോലിസ്ഥലത്തെ അക്രമം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉപദ്രവിക്കുക, റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഉപദ്രവിക്കുക, അങ്ങനെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഒരു വലിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സ്ത്രീകളെ ശാരീരികമായി പീഡിപ്പിക്കുക, അതുപോലെ തട്ടിക്കൊണ്ടുപോകുക, അതുപോലെ ഭ്രൂണഹത്യ, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഇന്ന് വളരെ വർദ്ധിച്ചു വരുന്നുണ്ട് കണക്കുകളനുസരിച്ച്. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരെ സ്നേഹിക്കുവാനും സ്ത്രീത്വത്തെ ബഹുമാനിക്കുവാനുമുള്ള ഒരു പുതിയ ദർശനം, ഉയർപ്പ് നമുക്ക് നൽകുകയാണ്. അവർക്ക് ആവശ്യമായ ആ സ്വാതന്ത്ര്യവും സ്റ്റാറ്റസ് നൽകുവാനായി സാധിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യന് ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഇത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെയാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീത്വത്തെ ബഹുമാനിക്കുള്ള ദർശനം ഈ ഉയർപ്പ് പെരുന്നാളിൽ കർത്താവ് മറിയയിലൂടെ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. രണ്ടാമത്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് വിറ്റ്നസ് സാക്ഷ്യപ്പെടുത്തുന്നത് മറിയമാണ്. മറിയത്തോട് കർത്താവ് പറയുന്നുണ്ട്, നീ അപ്പോസ്തലന്മാരോട് പോയിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റ കാര്യം പറയുക എന്നുള്ളൂ. അതുകൊണ്ട് മറിയത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, അപ്പോസ്തൽ ടു ദ അപ്പോസ്റ്റൽസ്. അപ്പോസ്തലന്മാർക്ക് സന്ദേശം പറയുന്ന ഒരു വ്യക്തിയായിട്ട് മറിയത്തെക്കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സാക്ഷീകരിക്കുക എന്നുള്ള ദൗത്യമാണ് മറിയത്തിനുള്ളത്. ഈ ഉയർപ്പിൽ സംബന്ധിക്കുമ്പോൾ നമുക്കും ഇതേ സാക്ഷ്യമാണ്. നമ്മളുടെ എല്ലാം അടിസ്ഥാന മിഷൻ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ലോകമൊക്കെയിലും സാക്ഷിക്കുക, ആ സുവിശേഷം ലോകമൊക്കെയിലും അറിയിക്കുക. പലപ്പോഴും ഇന്നത്തെ സുവിശേഷം എന്ന് പറയുന്ന ഒരു ബിഹേവിയർ മോഡിഫിക്കേഷനെ കുറിച്ച് മാത്രം പറയുകയാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് കൂടുതൽ പറയുന്നത്, എത്തിക്കൽ എക്സോർട്ടേഷനാണ് കൂടുതൽ വരുന്നത്. എന്നാൽ യഥാർത്ഥ സുവിശേഷം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ലോകത്തോട് പ്രസംഗിക്കുക. അപ്പോൾ ലൈഫ് മോഡിഫിക്കേഷനും ബിഹേവിയർ ചേഞ്ചും ഒക്കെ ഉണ്ടാകും. ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ഓരോ കുർബാനയും ഉയർപ്പിൻ്റെ ആഘോഷമായതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും നമ്മൾ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നു. ഇതാ ക്രിസ്തു ലോകത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം. അതുകൊണ്ട് വിശുദ്ധ ആരാധന, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സാക്ഷീകരിക്കുന്ന ഒരു വലിയ സന്ദർഭമാണ്. എന്നാൽ അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ സാക്ഷ്യമുണ്ടായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യഹൂദയിലും യെരൂശലേമിലും ശമരിയയിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും എനിക്ക് സാക്ഷികളായിത്തീരും. നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്
ദൈവത്തിന് സാക്ഷിയാകുവാൻ, വിറ്റ്നസ് ടു ദ ലോർഡ്, ദൈവത്തിന് സാക്ഷിയാകുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ദർശനങ്ങൾ അതെല്ലാം അതിന് സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സാക്ഷീകരണം, വിറ്റ്നസ് നടക്കുന്ന പ്രധാനപ്പെട്ട വേദി നമ്മുടെ കുടുംബം തന്നെയാണ്. അവിടെയാണ് ശരിക്കും സാക്ഷീകരണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. മാതാപിതാക്കൾ മക്കൾക്ക് സാക്ഷികളാകുക, അവിടെ അവർ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തീരുക. 2 തീമോത്തിയോസ് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് തീമോത്തിയോസിൻ്റെ കുടുംബമാണ്. അവിടെ നാം വായിക്കുന്നു, തീമോത്തിയോസെ, നിൻ്റെ വിശ്വാസം നിൻ്റെ ഗ്രാൻഡ് മദർ ആയ ലോവീസിലും നിൻ്റെ അമ്മയായ യുനീക്കിയിലുമുണ്ട്, നിന്നിലുമുണ്ട് എന്ന് ഉറച്ചിരിക്കുന്നു. അപ്പോൾ തീമോത്തിയോസ് ദൈവവിശ്വാസിയായി തീർന്ന അമ്മയും വലിയാമ്മയും വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട്. ഒരു ചിന്തകൻ പറയുന്നുണ്ട്, ബെസ്റ്റ് ഫാമിലി ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, പുതിയ നിയമത്തിലെ ഏറ്റവും നല്ല കുടുംബം തീമോത്തിയോസിൻ്റെ കുടുംബമാണെന്ന് പറയപ്പെടുന്നു. കാരണം ആ അമ്മയും വലിയാമ്മയും ഈ കൊച്ചിനെ, ഈ തീമോത്തിയോസിനെ ദൈവവിശ്വാസിയാക്കുന്നതിന് വളരെ സ്വാധീനം ചെലുത്തി. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കുടുംബം ആണ് ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന ആദ്യത്തെ വേദി. ഈ ഉയർപ്പ് പെരുന്നാളിൽ നമ്മുടെ കുടുംബങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളുടെ വേദിയായി തീരട്ടെ. പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളാകട്ടെ, ആരാധിക്കുന്ന ഭവനമാകട്ടെ, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്ന ഭവനമായി തീരട്ടെ. സഭാപിതാവായ അലക്സാന്ദ്രിയയിലെ ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ ഈ സാക്ഷീകരണ വിറ്റ്നസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു പുഷ്പം പോലെയാണ്. ഒരു പുഷ്പം വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഫ്രാഗ്രൻസ്, അതിൻ്റെ ആ മണം കൊണ്ട് മറ്റ് വണ്ടുകളും പ്രാണികളും അതിലേക്ക് ആകർഷിക്കപ്പെടും. ആ ഫ്രാഗ്രൻസിലേക്ക് ആകർഷിക്കപ്പെടുന്നു. മനുഷ്യജീവിതം ഇങ്ങനെയാണ് സുവിശേഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെയും നിങ്ങളുടെ ജീവിതം, എൻ്റെയും നിങ്ങളുടെ സംസാരം, ഇടപെടലുകൾ അത് ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരിക്കട്ടെ. രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട്, സുവിശേഷം വിറ്റ്നസിങ് എന്ന് പറയുന്ന കത്തിച്ചു വെച്ച വിളക്ക് പോലെയാണ്. ഒരു വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ അതിൻ്റെ പ്രകാശത്തിലേക്ക് ഒത്തിരി പ്രാണികൾ ആകർഷിക്കപ്പെടും. ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതവും ഒരു പ്രകാശം പോലെയാണ്, ഒരു വെളിച്ചമാണ്. ഈ വെളിച്ചം നല്ല രീതിയിൽ കത്തുന്നുവെങ്കിൽ ഒത്തിരി പേര് ആകർഷിക്കപ്പെടുവാനിടയായിത്തീരും. ഈ പെരുന്നാൾ സംബന്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ സാധിക്കട്ടെ. ഉയർപ്പുമായി ബന്ധപ്പെട്ട് മൂന്നാമത് നൽകുന്ന സന്ദേശം, ഈ പാട്ടിൽ മറിയത്തോട് ക്രിസ്തു പറയുന്നു, നീ എന്നെ തുടരുത് എന്ന്. അത് സുറിയാനിയിൽ വായിക്കുമ്പോൾ ലോ തസ് കർബൂൻലി എന്നാണ്. എന്ന് പറഞ്ഞാൽ, കുറേയും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നീ എൻ്റെ അടുത്തേക്ക് വരരുത് എന്നാണ് അതിൻ്റെ ഒരു ശരിയായ തർജ്ജമ ലഭിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം, ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനിരിക്കുന്ന ഒരു മിഷൻ എനിക്കുണ്ട്, എൻ്റെ മിഷനെ നീ തടസ്സപ്പെടുത്തരുതെന്നാണ് അതിന് ശരിയായ അർത്ഥം. ക്രിസ്തുവിനറിയാം, മറിയം അടുത്തേക്ക് വന്നാൽ നിലവിളിക്കും, കരയും, അങ്ങനെ പിതാവിൻ്റെ അടുത്തേക്ക് പോകണ്ട, ഇവിടെ ഇരിക്കാനൊക്കെ പറയും, നിലവിളി ഉണ്ടാക്കും, ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് ക്രിസ്തുവിനറിയാം. അതുകൊണ്ട് ക്രിസ്തു പറയുന്നുണ്ട്, മറിയമേ, നീ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് അങ്ങോട്ടുള്ള മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം, മറിയത്തിനോട് ക്രിസ്തു പറയുന്നുണ്ട്, നീ ഒരു സ്റ്റംബിളിംഗ് ബ്ലോക്ക്, എന്നെ ബ്ലോക്ക് ചെയ്യരുത് എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊരു വലിയ സന്ദേശമാണ്. ക്രിസ്തുവിൻ്റെ മിഷൻ പ്രവർത്തനം, ക്രിസ്തുവിൻ്റെ സന്ദേശം ഒരുപക്ഷെ അത് യഥാർത്ഥത്തിൽ എത്തിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കാതെ വരുന്നു. ചില സന്ദർഭങ്ങളിൽ നമ്മളൊരു സ്റ്റംബിളിംഗ് ബ്ലോക്കായിത്തീരും. നമ്മുടെ ചില പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, സംസാരങ്ങൾ, അതെല്ലാം ലോകത്ത് ക്രിസ്തു അപമാനിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളിലേക്കുണ്ടാകാം. അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലി ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ മിഷന്, ക്രിസ്തുവിനെ തടസ്സപ്പെടുത്തുന്നതായിത്തീരരുത്. അത് അനേകർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന മറ്റ് ക്രിസ്തുക്കളായി രൂപാന്തരപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ അവിടെ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ.
എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് നിങ്ങളുടെ പ്രവൃത്തിയാകുന്ന വെളിച്ചം കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ തടസ്സപ്പെടുത്തുന്നതായ പാപസ്വഭാവങ്ങൾ, ക്രിസ്തുവിന് വിലങ്ങായി നിൽക്കുന്ന ജീവിതശൈലികൾ അതുണ്ടെങ്കിൽ തിരുത്തപ്പെടുവാൻ ഈ ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ തക്സായിൽ, പ്രത്യേകിച്ച് മോർ ഈവാനിയോസിൻ്റെ തക്സായിൽ അതിൻ്റെ അവസാനത്തെ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നുണ്ട്: സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ആ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ ഉൾക്കൊണ്ടാൽ നമ്മൾ ഒരിക്കലും ക്രിസ്തുവിന് സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി തീരുകയില്ല. നല്ല പ്രവൃത്തികൾ കൊണ്ട് ഞാൻ അലങ്കരിക്കപ്പെടണം. ഒത്തിരി സൗന്ദര്യ വസ്തുക്കൾ കൊണ്ട് മനുഷ്യൻ അലങ്കരിക്കപ്പെടുന്ന കാലഘട്ടങ്ങളാണ്. ഒത്തിരി സൗന്ദര്യ വസ്തുക്കൾ കൊണ്ട് മനുഷ്യൻ അലങ്കരിക്കപ്പെടുന്ന കാലഘട്ടമാണ്. അങ്ങനെ അലങ്കരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ എൻ്റെ നിങ്ങളുടെ അലങ്കാരം ഗുഡ് ഡീഡ്സ്, നല്ല പ്രവൃത്തിയായിരിക്കണമെന്ന് ആ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നല്ല മക്കളായി തീരുവാൻ, നല്ല പ്രവൃത്തികൾ ലോകത്ത് നിർവഹിക്കുവാനായിട്ട് ഈസ്റ്റർ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.